ഹലോ, ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് പറയണേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ബാക്കി നോക്കിക്കേ. ഇൻ quadrilateral ABCD, the side BD 35.5 centimeter and heights of the triangle ABD and BCD is 17 centimeter and 33 centimeter respectively. In the area of the quadrilateral ABCD ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു quadrilateral ABCD പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. quadrilateral നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി ഡി അല്ലേ? എ ബി സി ഡി സൈഡ് ബി ഡി എന്നാ പറയുന്നുണ്ട്. ഓക്കെ, ബി ഡി എന്ന് പറയുന്ന സൈഡ് 35.5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് എ ബി ഡിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 17. ആൻഡ് എന്താ പറഞ്ഞേക്കുന്നത്? ബി സി ഡിയുടെ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് 33 ആണ് വരുന്നത്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. സോ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താ കിട്ടുന്നത്? ഹാഫ് ഡി ഇൻറ്റു എന്ത് വരും? H1 പ്ലസ് H2 ആണ് വരുന്നത് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഹാഫ് ഡി എന്ന് പറയുന്നത് എന്താണ്? 35.5 ഇൻറ്റു 17 പ്ലസ് 33. ഓക്കെ, ഹാഫ് ഇൻറ്റു 35.5 ഇൻറ്റു എന്ത് വരും? 50 എന്ന് വരും. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25. സോ 35.5 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 887.5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ വേഗം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തേ വേഗം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോ. കിട്ടിയില്ലെങ്കിൽ പറയാം കേട്ടോ. നോട്ട് ചെയ്തേ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ ഇത്രയും 8 ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു സെഷനും കൂടി പോകാം. ഓക്കെ ആണെന്ന് പറഞ്ഞേ. ക്ലിയർ ആണെന്ന് പറഞ്ഞേ വേഗം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 7 നോക്കിക്കേ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ. ഫസ്റ്റ് വൺ പാരലോഗ്രാം ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്താണ് കേട്ടോ. എന്നാലും ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞ് നമുക്ക് പോവാം. പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 4 സൈഡും കൂടെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് വരും, 2 ഇൻറ്റു സം ഓഫ് ലെങ്ത് ഓഫ് ദി അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് റെക്ടാംഗിൾ ആണ് അല്ലേ. റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാംഗിൾ എന്ന് പറയുന്നത് 4 സൈഡും സോറി, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. 4 ആംഗിൾസ് ഈക്വൽ ആണ്, 90 ഡിഗ്രി ആണ്. പിന്നെന്താ, ഇക്വ ആംഗുലർ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് വരുന്നത്. ഓക്കെ, സ്ക്വയർ എന്ന് പറയുന്നത് 4 സൈഡും ഈക്വൽ ആണ്, 4 ആംഗിൾസും 90 ഡിഗ്രി ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ ആണ്. പെരിമീറ്റർ 4 ഇൻറ്റു സൈഡ് ആണ് വരുന്നത്. റോംബസ് എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ ആണ്, അതായത് 4 സൈഡും സെയിം ലെങ്ത് ആയിരിക്കും വരുന്നത്. ഇക്വിലാറ്ററൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ആൻഡ് ഇക്വിലാറ്ററൽ മീൻസ് എന്തായിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും വരുന്നത്. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽസ് ആണ് വരുന്നത്. പെരിമീറ്റർ 4 ഇൻറ്റു സൈഡ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ ആണെങ്കിൽ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ വേഗം.
ഓക്കെ, എന്താ വരുന്നേ? നോക്കിക്കേ, എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു റോംബസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് റോംബസ് വരയ്ക്കാം. 4 സൈഡ്സ് ഈക്വൽ ആണല്ലോ വരുന്നത് അല്ലേ? അപ്പൊ എ ബി സി ഡി റോംബസ് വരച്ചു. പേര് കൊടുക്കാം എ ബി സി ഡി. സോ എ ബി 4 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതും 4 ആണ് വരുന്നത് അല്ലേ? 4 ആണ് വരുന്നത്. സോ എ ബി സി ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ആംഗിൾ, എ ബി സി എന്ന് പറയുന്നത് 120 ആണ്. സോ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കണമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആണ് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് 60 എന്ന് വരും. ഇവിടെ എന്ത് വരും? 30 എന്ന് വരും. ഇത് 60 അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വലി അല്ലേ അത് കട്ട് ചെയ്യുന്നത്. അപ്പൊ 60 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് 30 ആണ്, ഇത് 90 എന്നും കിട്ടും. സോ നമുക്ക് വേണ്ടത് എന്താണ്? ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ ആണ് വേണ്ടത്. അപ്പൊ ഈ സൈഡ് 4 ആണെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ യൂസ് ചെയ്ത് ചെയ്യാം. ഇവിടെ നോക്കുവാണെങ്കിൽ cos 60 എടുക്കാം അല്ലെ? cos 60 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വേണ്ടത് എന്താണ്? ഒ ബി. ഓക്കെ, അതായത് ഒ ബി ഡിവൈഡഡ് ബൈ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് 4. സോ cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 1/2 ഈസ് ഈക്വൽ ടു ഒ ബി ബൈ 4 ആണ്. അല്ലെങ്കിൽ ഒ ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4/2, അതായത് 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഒ ബി 2 കിട്ടിയെങ്കിൽ ഇങ്ങോട്ടും എന്തായിരിക്കും? ഒ എന്ന് പറയുമ്പോൾ ഈ സെന്റർ ഒ ഡി എന്തായിരിക്കും? 2 തന്നെയല്ലേ വരുന്നത്. സോ 2 + 2 എന്ത് വരും? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ബി ഡി ഈസ് ഈക്വൽ ടു 2 + 2 4 സെന്റിമീറ്റർ എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണെന്ന് പറയണേ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. പറഞ്ഞു വേഗം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ വേഗം. ആൻസർ എന്താ വരുന്നതെന്ന് പറഞ്ഞേ.
है, पर क्या सब कुछ जो ऑनलाइन है आपके लिए सही है? शेयर करें आपकी राय और बेहतर बनाए आपका ऑनलाइन अनुभव। सर्वे लीजिए। നോക്കിക്കേ, ABCD is a rhombus. A straight line through C cuts AD produced at P and AB produced at Q. If DP equal to half AB, then the ratio of length of BQ and AB ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ABCD എന്ന് പറയുന്നത് എന്താണ്? റോംബസ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് റോംബസ് വരയ്ക്കാലോ. ഓക്കെ, റോംബസ് വരച്ചു. ഇനി എന്താണ്? സ്ട്രേറ്റ് ലൈൻ ത്രൂ സി കട്ട്സ് AD. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പേര് കൊടുക്കാം. ABCD പേര് കൊടുക്കാം അല്ലെ? ABCD. സോ ഇവിടെ എന്താ പറയുന്നത്? സ്ട്രേറ്റ് ലൈൻ ത്രൂ സി കട്ട്സ് AD ആൻഡ് AB ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് സ്ട്രേറ്റ് ലൈൻ നമുക്ക് വരച്ചു നോക്കാം. നോക്കിക്കേ. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ വരച്ചു. സോ എന്ത് ചെയ്യുന്നു? ഇതെന്ത് ചെയ്യാണ്? ADനെ കട്ട് ചെയ്യുന്നു, ABയും സിനെ കട്ട് ചെയ്യുന്നു. കണ്ടോ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് എന്താ DP എന്ന് പറയുന്നത്? അതായത് നമുക്ക് പേര് കൊടുക്കണം. സോ AB പ്രൊഡ്യൂസ്ഡ് അറ്റ് Q. ഓക്കെ, AB പ്രൊഡ്യൂസ്ഡ് അറ്റ് Q ആണ് പറയുന്നത്. AD പ്രൊഡ്യൂസ്ഡ് അറ്റ് PU ആണ് പറയുന്നത്. സോ DP എന്ന് പറയുന്നത് ഹാഫ് ഓഫ് AB ആണ്. AB എന്ന് പറയുന്നത് നമുക്ക് ABയുടെ എന്താണ്? ഹാഫ് ആണ് DP എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? റോംബസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ AB എന്ന് പറയുന്നത് ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു AD. പറഞ്ഞുകൂടെ? കാരണം എന്താണ്? നമുക്കറിയാം ഇത് റോംബസ് ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ആൻഡ് DP എന്ന് പറയുന്നത് ഹാഫ് AB എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ DP ബൈ AB റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1/2 ആണ് നമുക്ക് പറയാം അല്ലെ? അതായത് AB 2 ആണെങ്കിൽ DP 1 ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ആംഗിൾസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇത് രണ്ടും എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? വൈ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ട് സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ PAB, ഓക്കെ, PABയും അതേപോലെ തന്നെ ആംഗിൾ CBQ അല്ലെ? CBQ എന്താണ്? ഈക്വൽ ആണ്. കാരണം എന്താ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? അല്ലേ? രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ്. അതേപോലെ തന്നെ AQP എന്ന് പറയുന്നതും ആംഗിൾ BQC എന്ന് പറയുന്നതും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് പറയാം AA സിമിലാരിറ്റി വെച്ചിട്ട് APQ എന്ന് പറയുന്നതും BCQ എന്ന് പറയുന്നതും ട്രയാങ്കിൾ APQ എന്ന് പറയുന്നത് ഈ സിമിലർ ടു ട്രയാങ്കിൾ BCQ ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പൊ അത് വെച്ച് സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? AQ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ BQ ഈസ് ഈക്വൽ ടു AP ബൈ BC എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? ക്ലിയർ അല്ലേ? അപ്പൊ AQ ബൈ BQ എന്ന് പറയുന്നത് AP ബൈ BC. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? AP എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? ഇത് 2 ആണ്, ഇത് 2 ആണ്. സോ AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ BC എന്താ? BC 2 ആണ് നമുക്ക് കിട്ടുന്നത്. പറയുന്നത് ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിക്കേ, AQ ബൈ BQ ഈസ് ഈക്വൽ ടു AP ബൈ BC ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? AB പ്ലസ് BQ എന്ന് എഴുതിക്കൂടെ? അല്ലെ? AB പ്ലസ് BQ എന്ന് എഴുതിക്കൂടെ? ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, AB പ്ലസ് BQ ഡിവൈഡഡ് ബൈ BQ. ഇനി നമ്മൾ ഇത് മാത്രമാണ് എടുക്കുന്നതെങ്കിലും 3/2 എന്ന് തന്നെയാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ നോക്കിയേ, ഇനി സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ AB ബൈ BQ പ്ലസ് BQ ബൈ BQ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തു ഈക്വൽ ടു 3/2. സോ AB ബൈ BQ ഈക്വൽ ടു അല്ലെങ്കിൽ പ്ലസ് 1, ഇത് രണ്ടും ഡിവൈഡ് ആകുമ്പോൾ 1 ഈക്വൽ ടു 3/2. സോ AB ബൈ BQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 3/2 മൈനസ് 1 അല്ലെ? 3/2 മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/2 എന്ന് കിട്ടും. സോ നമുക്ക് വേണ്ട എന്താ? BQ ഈസ് ടു AB റേഷ്യോ ആണ്. BQ ഈസ് ടു AB റേഷ്യോ ഈസ് ഈക്വൽ ടു 2:1 എന്ന് നമുക്ക് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? 2:1 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ.
ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ വേഗം. ഓക്കെ, നോക്കിക്കേ. Two adjacent sides of a parallelogram are 7 centimeter and 4 centimeter. One of its diagonal is 9 centimeter. Find the area of parallelogram ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരു പാരലോഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആൻഡ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം, പാരലൽ ആണെന്നും അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? ഡയഗണൽ എത്രയാണ് വരുന്നത്? ഡയഗണൽ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഏരിയ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇവിടെ എന്ത് വേണം? ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏസ്, പേര് കൊടുക്കാം അല്ലെ? പേര് കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി ഡി. ഓക്കെ, പേര് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ നമുക്ക് എന്ത് വരാം? എ ബി സി അല്ലെങ്കിൽ എ ഡി സി. ഓക്കെ, എ ബി സി ആണെങ്കിലും എ ഡി സി ആണെങ്കിലും രണ്ടും സെയിം ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കണം. സോ 2 ഇൻറ്റു, രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2 ഇൻറ്റു 3 സൈഡ് തന്നിട്ടുണ്ട്, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. 3 ഡിഫറെന്റ് സൈഡ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ? സോ 2 ഇൻറ്റു എസ് എന്ന് പറയുന്നത് എന്താ? എസ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 4 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 2. 7 പ്ലസ് 9 16 പ്ലസ് 4 20, അതായത് 10 എന്ന് കിട്ടും. ഓക്കെ, സോ 10 ഇൻറ്റു 10 മൈനസ് 9 1, 10 മൈനസ് 3 7 3, 10 മൈനസ് 4 6. സോ നോക്കിക്കേ, 2 ഇൻറ്റു റൂട്ട് ഓഫ് നമുക്ക് എന്ത് കിട്ടും? 10ന് നമുക്ക് 2 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു 3 ഇൻറ്റു 6 ഇൻറ്റു 2, 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു 2, ഒരു 2ഉം ഒരു 3യും കൂടി പുറത്തേക്ക് എടുക്കാം. സോ 2 ഇൻറ്റു 3 റൂട്ട്
5 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 × 3 എന്ന് വരും. സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. 2 മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോരുത്, കാരണം നമുക്ക് തെറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ഫൈൻഡ് ദി ഏരിയ ഓഫ് പാരലോഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരുന്നത്? 12√5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളവര് വേഗം ചോദിച്ചേ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. ആൻസർ കിട്ടിയോ? എന്താ വരുന്നേ? സ്മോളർ ഡയഗണൽ ഓഫ് എ റോംബസ് ഈസ് ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഈസ് 8 സെന്റിമീറ്റർ,
Then what is the area of equilateral triangle with side equal to the bigger diagonal of rhombus ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് അതായത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? സ്മോളർ ഡയഗണൽ അല്ലേ? സ്മോളർ ഡയഗണൽ ഡിവൈഡഡ് ബൈ 2 the whole square പ്ലസ് ബിഗർ ഡയഗണൽ അല്ലേ? ബിഗർ ഡയഗണൽ ഡിവൈഡഡ് ബൈ 2 the whole square ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? സൈഡ് സ്ക്വയർ. ഇതങ്ങ് കണ്ടുപിടിച്ചാൽ മതി. കാരണം മനസ്സിലായോ? അതായത് ലെങ്ത് ഓഫ് ദ സൈഡ്സിന് ഈക്വൽ ആണ് സ്മോളർ ഡയഗണൽ എന്ന് പറയുന്നുണ്ട്. എല്ലാ സൈഡും 8 ആണെന്നും പറയുന്നുണ്ടെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് സൈഡ് ഈക്വൽ ടു ബിഗർ ഡയഗണൽ ഓഫ് റോംബസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എന്ത് വരും? സ്മോളർ ഡയഗണൽ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുള്ളത്? എത്ര തന്നിരിക്കുന്നത്? 8 ആണ് തന്നിട്ടുള്ളത്. സോ 8/2 the whole square പ്ലസ് ബിഗർ ഡയഗണൽ. ഓക്കെ, ബിഗർ ഡയഗണൽ ഡിവൈഡഡ് ബൈ 2 the whole square is equal to സൈഡ് സ്ക്വയർ. സൈഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? 4. 16 പ്ലസ് ബിഗർ ഡയഗണൽ the whole divided by 2 the whole square is equal to 64. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി എന്താ വരുന്നത്? ബിഗർ ഡയഗണൽ. ബിഗർ ഡയഗണൽ by 2 the whole square is equal to 64 minus 16. 64 minus 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നേ? എന്ത് വരും? 48 എന്ന് വരും. ക്ലിയർ അല്ലേ? ആണല്ലോ? സോ ബിഗർ ഡയഗണൽ ഡിവൈഡഡ് ബൈ ബിഗർ ഡയഗണൽ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 അല്ലേ? ഇൻറ്റു 4 ഇവിടെ വരും അല്ലേ? സോ ബിഗർ ഡയഗണൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 48 റൂട്ട് ഓഫ് 48 ഇൻറ്റു 4. അതായത് 48നെ നമുക്ക് എങ്ങനെ എഴുതാം? 16 ഇൻറ്റു 3 ഇൻറ്റു 4. 16ൽ നിന്ന് ഒരു 4ഉം 4ൽ നിന്ന് ഒരു 2ഉം പുറത്തേക്ക് എടുത്താൽ 4 ഇൻറ്റു 2 3 അല്ലേ? സോ 8√3 എന്ന് കിട്ടും നമുക്ക് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, 8√3. സോറി നമ്മൾ ഇത് മാത്രം ബിഗർ ഡയഗണൽ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. അതെ, നമുക്കിനി ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ വേണം അല്ലെ? ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. സോ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. √3a²/4. സോ √3a²/4 അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യും? ഇക്വേഷൻസിലേക്ക് ഇട്ട് കൊടുത്തേ. √3. ഓക്കെ, ഈ സൈഡിലാണ് എഴുതുന്നത്, വിട്ടുപോരുത്. നോക്കിക്കേ, √3a²/4 ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു a² എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നേ? 8√3 the whole square divided by 4. സോ √3 ഇൻറ്റു 8² 64. 64 ഇൻറ്റു 3 എത്രയായിട്ട്? 64 ഇൻറ്റു 3 എന്ന് തന്നെ എഴുതാം അല്ലേ? ക്യാൻസൽ ആക്കാൻ പറ്റുമോ നോക്കാം. 64 ഇൻറ്റു 3 ആണേ. ആൻഡ് എന്ത് വരും? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 16. 16 ഇൻറ്റു 3 48. 48√3 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ? ഡൗട്ട് ഉള്ളവർ ചോദിച്ചാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. 48√3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. നോട്ട് ചെയ്തോ, നോട്ട് ചെയ്തേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ.